ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോഷ്യൽ മീഡിയ, അതേപോലെ തന്നെ HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്, സോളോ ട്രാവലർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഡോക്ടർ വഫ. വെൽക്കം ടു ദുബായ്. കുവൈത്തിലായിരുന്നു, നാട്ടില് ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ദുബായിലേക്ക് എത്തിയിരിക്കുന്നു. വൈ ദുബായ്? ദുബായ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് കൺട്രി ആണല്ലോ. എല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടമുള്ള ഒരു ഡ്രീം കൺട്രിയാണ്. വേൾഡ് ബിസിനസ് ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. HR എക്സ്പെർട്ട് ഓർ പ്രൊഫഷണൽ എന്ന് പറയാം. അപ്പൊ ആ മേഖലയിൽ സാധാരണ SME സെഗ്മെന്റിലെ കമ്പനികൾക്ക് HR ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇറ്റ് ഈസ് മേക്കിംഗ്? അല്ലെങ്കിൽ ചെറിയ കമ്പനിയിൽ അത് ഇല്ലെങ്കിൽ എന്താണ്? സാധാരണ HR എന്ന് പറഞ്ഞത് ശരിക്കും ഫേസ് ഓഫ് ദ കമ്പനിയാണ്. എല്ലാവരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. മാർക്കറ്റിങ്ങിനും പിന്നെ അക്കൗണ്ടിങ്ങിനൊക്കെ ആളെ വെക്കാന്നല്ലാതെ HR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എംപ്ലോയീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കാരണം ഈ എംപ്ലോയീസിന്റെ എല്ലാ റൈറ്റ്സും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഓരോ രീതിയിലും അവരെ പ്രൊഡക്ടിവിറ്റി അസസ് ചെയ്തുകൊണ്ട് കമ്പനീനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്ന അസസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ്. അതേപോലെ തന്നെ എംപ്ലോയിയും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും പിന്നെ വിസേന്റെ പൈസയൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ച് കമ്പനിക്ക് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ രണ്ടുപേരെയും മീറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയറുടെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു എംപ്ലോയിയെ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിന്റെ ഹയറിംഗ് പ്രോസസ്സ് മുതൽ അവരുടെ എന്താണ് ഈ പറഞ്ഞ അപ്രൈസൽസ്, അവരുടെ മോണിറ്ററിങ്, KPI, പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ശമ്പളവും അവർക്ക് വേണ്ടി ചെലവാക്കുന്ന അവരുടെ വെൽഫെയറിന്റെ കാര്യങ്ങളൊക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എംപ്ലോയറുടെ കടമയാണ്. ഇനി അതേപോലെ തന്നെ എംപ്ലോയി സൈഡ്സ് നിന്ന് കിട്ടേണ്ട അധികാരങ്ങൾ, നമുക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കിട്ടുന്നുണ്ടോ, ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും എംപ്ലോയിയുടെയും കൂടി ആവശ്യമാണ്. ഈ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് HR എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം, ഇതെങ്ങനെയാണ് HR കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവുന്നത്? മനുഷ്യനെ ചെയ്യുന്നതിനേക്കാളും ഡബിൾ ആയിട്ട് പിന്നെ ഒരു 100 ആൾക്കാരുടെ വർക്ക് AI വളരെ ഈസി ആക്കി തരും. കാരണം നമ്മുടെ ഏത് ഫീൽഡാണ് CVSന്റെ വാസ്റ്റ് നമ്പർ ഓഫ് CVS, വാസ്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ്, അതുപോലെ എംപ്ലോയി ട്രെയിനിങ്, എംപ്ലോയി അസസ്മെന്റ്, അങ്ങനെയുള്ള എല്ലാ പാർട്ടിലും AI നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇനി 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AI നമ്മുടെ ഈ വാസ്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ഹിഡൻ ഡാറ്റ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ അനലൈസ് ചെയ്ത് പറഞ്ഞുതരും. കാരണം ഈ എംപ്ലോയി പെർഫോം ചെയ്യുന്നില്ല, അവരെ ഒഴിവാക്കാം. അങ്ങനെയൊക്കെ. അതായത് നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ ഇപ്പൊ HR ഒന്നും പ്രോപ്പർ ആയിട്ടില്ല, അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഫ്രെയിം ചെയ്ത് പ്രോപ്പർ ആക്കി തരണമെന്നുണ്ടെങ്കിലും യു കൻ കൺസൾട്ട്. അതല്ല നിങ്ങളുടെ കമ്പനിയിൽ ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു HR മാനേജറെ വേണം, അല്ലെങ്കിൽ ഒരു HR പ്രൊഫഷണലിനെ വേണം, ഈ കമ്പനിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ആ രീതിയിലുള്ള ഒരു കമ്പനിയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബന്ധപ്പെടാം. ഓൾറൈറ്റ്. ആർക്കെങ്കിലും ഡോക്ടർ വഫയെ ബന്ധപ്പെടണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഷീ വിൽ ബി ഓൾവേസ് അവൈലബിൾ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.